സിന്ദൂരരേഖ. രചനാ സംഭാഷണം മൈഥിലി മിത്ര. ഭാഗം 16. എന്താ മീരെ, എന്താ ഇവിടെ സംഭവിച്ചത്? കരഞ്ഞുകൊണ്ടിരിക്കുന്ന രണ്ട് മക്കളും പതിവില്ലാത്ത വിധം ദേഷ്യം കൊണ്ട് വിറച്ചു നിൽക്കുന്ന മീരയും പകയോടെ അവനെ തന്നെ നോക്കിക്കൊണ്ട് ദഹിപ്പിക്കുന്ന നന്ദനയും പപ്പനിൽ വല്ലാത്ത ആശങ്ക ഉണർത്തി. അവൻ ഓടിച്ചെന്ന് നിലത്ത് നിൽക്കുന്ന ആദിയെ എടുത്തുകൊണ്ട് അവൻ്റെ കരച്ചിൽ അടക്കുവാനായി ശ്രമിച്ചു. പപ്പൻ എടുത്തതും ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ടിരുന്നവൻ അച്ചുവിനെ നോക്കിക്കൊണ്ട് വിതുമ്പുവാനായി തുടങ്ങിയിരുന്നു. മീര നന്ദനെ അടിക്കുന്നത് കണ്ടതാണെങ്കിലും അതിനു പിന്നിലും എന്തെങ്കിലും കാരണമുണ്ടാവുമെന്ന് പപ്പൻ അപ്പോഴും ഉറച്ചു വിശ്വസിച്ചിരുന്നു. എന്താ മോളെ, എന്തിനാ ഇവളീ വീട്ടിൽ വന്നത്? ചോദ്യം മീരയോടാണെങ്കിലും ദേവരാജൻ്റെ നോട്ടം സംശയത്തോടെ നന്ദനയുടെ മുഖത്തേക്കായിരുന്നു പാറി വീണത്. അത് പിന്നെ കരച്ചിലടക്കാനാകാതെ തൻ്റെ കയ്യിൽ കിടന്ന് നിലവിളിക്കുന്ന അച്ചുവിനെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവൾ വിതുമ്പിക്കൊണ്ട് നിന്ന്. അവൻ എന്താ പറ്റിയത്? പപ്പന ആദിയേറി. കാരണം ഒരു കാരണവുമില്ലാതെ അച്ചുമോൻ വെറുതെ അലറി കരയില്ലെന്നുള്ള കാര്യം അവന് നന്നായി അറിയാമായിരുന്നു. കയ്യിലിരുന്ന് വിതുമ്പുന്ന ആദിയെ ദേവരാജൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് അവൻ മീരയുടെ അടുത്തേക്ക് പാഞ്ഞു ചെന്നു. അച്ഛേ, ഇവൾ അച്ചുമോനെ അച്ചു. കരച്ചിലിനിടയിലും നന്ദനയെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ആ കുഞ്ഞു പറയുവാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. മീര അത് കാണാനാവാതെ മോനോടൊപ്പം ഏങ്ങലടിച്ചുപോയി. എന്താടാ പൊന്ന, എന്തിനാ മോൻ കരയുന്നേ? മീരയുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞിൻ്റെ ദേഹമാസകലം കണ്ണുകളാൽ ഒഴിഞ്ഞുകൊണ്ട് അവൻ ആദിയോടെ വീണ്ടും ചോദിച്ചു. എന്നെ അച്ചു ഇവിടെ? ചുവന്നു തിറന്നു പൊങ്ങിയ അച്ചുവിൻ്റെ തുടഭാഗം കണ്ടതും പപ്പന് നടന്ന കാര്യങ്ങൾ ഏകദേശം മനസ്സിലായിരുന്നു. ഇവളാണോ എൻ്റെ കുഞ്ഞിനെ അടിച്ചത്? വലിഞ്ഞു മുറങ്ങിയ മുഖത്തോടെ നന്ദനയുടെ നേർക്ക് വിരൽ ചൂണ്ടി കാട്ടിക്കൊണ്ടവൻ അച്ചുവിനോട് തിരക്കി. അതേന്ന രീതിയിൽ കുഞ്ഞിച്ചക്കൻ കരഞ്ഞുകൊണ്ട് തന്നെ തല അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി. പപ്പന് തന്നെ ദേഷ്യം നിയന്ത്രിക്കുവാനായില്ല. പൊതുവെ ഒരിക്കലും ഒരു നോട്ടം കൊണ്ട് പോലും ആരെയും നോവിക്കാത്തവൻ്റെ കണ്ണുകളിൽ ആദ്യമായി കൊടിയ കോപത്തിൻ്റെ വിത്തുകൾ മുളപൊട്ടി. പപ്പേട്ട, ഇവൾ എന്നെ അടിച്ചു. ഇവളിവിടെ കൊച്ചിനെ നോക്കാൻ വേണ്ടി മാത്രം വന്ന് നിൽക്കുന്നവളല്ലേ, അല്ലാതെ ഇതുങ്ങളുടെ പെറ്റ തള്ളവൊന്നും അല്ലല്ലോ. ഒരു വേലക്കാരുടെ കയ്യിൽ നിന്നും വാങ്ങിച്ചു കൂട്ടേണ്ട ആവശ്യമൊന്നും മേടയിലെ ശ്രീകുമാരൻ്റെ മകൾക്ക് ഇതുവരെയും വന്നിട്ടില്ല. കവളിൽ പതിഞ്ഞു കിടക്കുന്ന 4 വിരൽപ്പാടുകൾ കാണ്ടി കൊടുത്തുകൊണ്ട് അവൾ പപ്പനരികിലേക്ക് ചെന്ന് നിന്നു. അവൻ്റെ കണ്ണുകൾ അപ്പോഴും വിതുമ്പിക്കൊണ്ടിരിക്കുന്ന തൻ്റെ അച്ചുമോൻ്റെ മുഖത്തേക്ക് മാത്രമായിരുന്നു. കുഞ്ഞിനോട് അമ്മയെന്ന് വിളിക്കാൻ പറഞ്ഞു നിർബന്ധിച്ചു. അച്ചുമോൻ അനുസരിക്കാതെ വന്നതും പറയാൻ പാടില്ലാത്ത എല്ലാം ഒരു കൊച്ചു കുഞ്ഞാണെന്ന് പോലും നോക്കാതെ ഇവള് വിളിച്ചു കൂവി. എന്തിന്? മരിച്ചുപോയ ഇവരുടെ അച്ഛനെയും അമ്മയും പോലും വെറുതെ വിട്ടില്ല. അതും പോരാഞ്ഞിട്ടാ എൻ്റെ കുഞ്ഞിൻ്റെ ദേഹം നോവിച്ചത്. സഹിക്കാൻ പറ്റിയില്ല. അതാ ഞാനും ഒന്ന് കൊടുത്തത്. ഇതിൻ്റെ പേരിൽ സാറ് തരുന്ന എന്ത് ശിക്ഷ വാങ്ങാനും ഞാൻ തയ്യാറാ. എന്നാലും എൻ്റെ മക്കളെ വേദനിപ്പിച്ചോളോട് മാത്രം ഞാൻ മാപ്പ് പറയില്ല. അതുവരെ ഏങ്ങലടിച്ചുകൊണ്ട് നിന്ന മീരയുടെ ഭാവം മാറി. തൻ്റെ മകൻ്റെ സംഘരണത്തിന് കാരണമായവളെ ദഹിപ്പിക്കുവാൻ പോന്ന തീ അപ്പോഴും അവളുടെ കണ്ണുകളിൽ എരിയുന്നുണ്ടായിരുന്നു. മീര പറഞ്ഞത് സത്യമാണോ നന്ദന? പപ്പൻ ദേഷ്യം കൈമുഷ്ടിയിൽ നിയന്ത്രിച്ചുകൊണ്ട് ചോദിച്ചു. പപ്പേട്ട, ഇവള് ചുമ്മാതെ പറയുക. ഇവളാ എന്നെ തല്ലിയത്. നോക്കിക്കേ. പെണ്ണ് വീണ്ടും അവളുടെ ഇടത്തെ കവൾ അവന് നേർക്ക് ചൂണ്ടിക്കാട്ടി. മീര പറഞ്ഞത് സത്യമാണോ എന്നാണ് നിന്നോട് ഞാൻ ചോദിച്ചത്. പപ്പൻ ചോദിച്ച ചോദ്യം വീണ്ടും ആവർത്തിച്ചു. അത്രമേൽ പകയോടെ, ദേഷ്യത്തോടെ. അവന് സ്വയം നിയന്ത്രിക്കുവാൻ അപ്പോൾ കഴിയുന്നുണ്ടായിരുന്നില്ല. തൻ്റെ കുരുന്നിൻ്റെ ഏങ്ങൽ ചീലുകൾ മാത്രമേ അവൻ ആ നേരം ചെവിയിൽ പതിഞ്ഞുള്ളൂ. അത് പിന്നെ പപ്പേട്ട, അച്ചുവിനെ ഞാനൊന്ന് ചെറുതായിട്ട് തല്ലി. നന്ദന അവളുടെ വാക്കുകൾ പൂർത്തിയാക്കിയില്ല. അതിനു മുൻപേ തന്നെ പപ്പൻ്റെ കൈ പെണ്ണിൻ്റെ ഇടത്തെ കവളിൽ ഊക്കോടെ പതിഞ്ഞിരുന്നു. എൻ്റെ കുഞ്ഞിനെ നോവിച്ചതും പോരാ, ചെയ്ത തെറ്റ് നിന്ന് സമർത്ഥിക്കാൻ നോക്കുന്നോടി. എട്ടും പൊട്ടും തിരിയാത്ത ഒരു കൊച്ചു കുഞ്ഞിന് നേർക്ക് കയ്യോങ്ങാൻ എങ്ങനെ തോന്നിയടി നിനക്ക്? ഒരടി കൂടി കൊടുത്തിട്ട് അവൾക്കിട്ട് കൊടുത്തവൻ. 1 മിനിറ്റ് നേരം എൻ്റെ കുഞ്ഞിനെ നോക്കാൻ കഴിവില്ലാത്ത നീയാണോടി അതിൻ്റെ അമ്മയാവാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നത്. എന്തും ഞാൻ സഹിക്കും, എൻ്റെ മക്കൾക്ക് നൊന്താൽ. അടുത്ത ഒരടിയും കൂടി കൊടുത്തപ്പോഴേക്കും നന്ദന മുറ്റത്തേക്ക് മറിഞ്ഞു വീണ് കഴിഞ്ഞിരുന്നു. എൻ്റെ മുറ്റത്ത് കാല് കുത്തി പോവരുതെന്ന് എത്ര വട്ടോട് നിന്നോട് ഞാൻ പറഞ്ഞാലും വീണ്ടും എന്തിനാടി ഈ നാണം കെട്ടി ഇങ്ങോട്ടേക്ക് കെട്ടിയെഴുന്നള്ളുന്നത്? ചന്ദ്രമംഗലത്തെ പത്മനാഭൻ്റെ ഭാര്യാസ്ഥാനത്തോടുള്ള മോഹമാണ് ഈ വരവിൻ്റെ പിന്നിലുള്ള ഉദ്ദേശമെന്നുള്ള കാര്യം എന്നെപ്പോലെ തന്നെ ഈ നാട്ടിലുള്ള എല്ലാവർക്കും തന്നെ അറിയാം. എന്നിട്ടും നാണമില്ലാതെ നീയും നിൻ്റെ അച്ഛനും കൂടി ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ ഓർക്കുമ്പോൾ
ശരിക്കും സഹതാപം മാത്രമാണ് നിങ്ങളോട് എനിക്ക് തോന്നുന്നത്. അടികൊണ്ട് അവശയായി മുറ്റത്ത് കിടക്കുന്നവളെ വലിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് അവൻ ചീറി. മേടയിൽ ശ്രീകുമാറിൻ്റെ മകളായ നന്ദനയെന്ന് നീ ചെവി തുറന്നു വെച്ച് കേട്ടോ. ഒരു പെണ്ണിനെയും നോട്ടം കൊണ്ട് വേദനിപ്പിക്കാത്ത ഞാൻ നിന്നെ കൈനൂർത്തടിച്ചതെങ്കിൽ അത് നിന്നോട് അത്രയ്ക്കും വെറുപ്പും അറപ്പും ഉള്ളതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ഇനി ഇക്കാര്യം പറഞ്ഞുകൊണ്ട് ഈ തറവാടിൻ്റെ മുറ്റത്ത് നീ കാല് കുത്തിയാൽ. അതിലൊരു ഭീഷണിയുടെ സ്വരം ഒളിഞ്ഞിരിക്കുന്നത് പോലെ നന്ദനയ്ക്കപ്പോൾ തോന്നി. പുകഞ്ഞു നീറുന്ന കവിൾത്തടങ്ങൾ പൊത്തിപ്പിടിച്ചുകൊണ്ട് പകയെരിയുന്ന കണ്ണുകളോടെ അവളപ്പോൾ മീരയെ ഒന്ന് ഉറ്റുനോക്കി. പിന്നെന്താ നീ പറഞ്ഞത്? ഇവൾ ഇവിടുത്തെ വേലക്കാരിയാണെന്നോ? എങ്കിൽ കേട്ടോ, മീര ഇവിടുത്തെ പണിക്കാരിയല്ല, ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണാണ്. അതായത് എൻ്റെ മക്കളുടെ അമ്മയാവാൻ പോകുന്നവൾ. അതുകൊണ്ട് പൊന്നു മോളെ, ഓരോ ഉടായിപ്പും കൊണ്ട് ഈ വീട്ടിലേക്ക് ഇനിയും കയറി വരുവാനാണ് നിന്റെ ഭാവമെങ്കിൽ ബാക്കി ഞാൻ പിന്നീട് പറഞ്ഞു തരാം. ഇറങ്ങിപ്പോവാൻ നോക്ക്. അവൻ ആക്രോശിച്ചതും നന്ദന ഗേറ്റിന് പുറത്തേക്ക് വേഗത്തിൽ നടന്നിറങ്ങി. അവൾ പോയ വഴിയെ ഒന്ന് നോക്കി നെടുവീർപ്പെട്ടുകൊണ്ട് പപ്പൻ അച്ചുവിനെ എടുക്കാനായി ചെന്നു. അവൻ കൈ നീട്ടിയതും അച്ചു മീരയുടെ കയ്യിൽ നിന്നും അവൻ്റെ ദേഹത്തേക്ക് ചാടി വീണ് കഴിഞ്ഞിരുന്നു. കരയണ്ടാട്ടോ, അച്ഛ വന്നില്ലേ? ആ കുരുന്നിനെ മാറോട് ചേർത്ത് ഇറുക്കെ പുണർന്നുകൊണ്ട് മുഖമാകെ ഉമ്മകൾ കൊണ്ട് മൂടി പപ്പൻ. വേദന മാറിയോ വാവേ? കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും കരൾച്ച നിർത്തിയ അവൻ അച്ചുമോനോട് പതിയെ ചോദിച്ചു. ഒന്ന് മൂളിക്കൊണ്ടവൻ മറുപടി നൽകി. മീര. തങ്ങളെ തന്നെ സാഹൂതം നോക്കി നിൽക്കുന്നവളെ അവൻ വിളിച്ചു. സർ. മുഖമൊന്ന് അമർത്തി തുടച്ചുകൊണ്ടവൾ പപ്പൻ്റെ മുഖത്തേക്ക് നോട്ടം പായിച്ചു. അവൻ എന്താണ് പറയാൻ പോകുന്നവ മീരയോട് പറയാൻ പോകുന്നതെന്നറിയുവാനായി ദേവരാജനും അവനെ സംശയത്തോടെ ഉറ്റുനോക്കി. ഞാൻ നന്ദനയോട് പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും നീ കേട്ടുവോ? ഗൗരവത്തോടുകൂടി ചോദിക്കുന്നവൻ്റെ മുൻപിൽ അവൾ ഭവ്യതയോടെ നിന്നുകൊണ്ട് തലയാട്ടി കാട്ടി. എന്നിട്ട് നീ എന്ത് തീരുമാനിച്ചു മീര? അവൻ അവളോട് ആരാഞ്ഞു. പപ്പൻ്റെ കണ്ണുകളിൽ അപ്പോൾ തെളിഞ്ഞ ഭാവം എന്താണെന്ന് മാത്രം അവിടെ നിന്നിരുന്ന ദേവരാജനും മീരയ്ക്കും മനസ്സിലായില്ല. ഞാൻ എന്ത് തീരുമാനിക്കാൻ? പപ്പൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാവാതെ അവൾ കണ്ണുമിഴിച്ചു. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നീ ഇപ്പോൾ മുഴുവനും കേട്ടില്ലേ? അവൾ അതിന് ഉണ്ടെന്നോ ഇല്ലെന്നോ ഉള്ള മറുപടി പറഞ്ഞില്ല. കാരണം തൻ്റെ മക്കളുടെ വേദനയെക്കുറിച്ച് മാത്രമേ അവൾക്കപ്പോൾ ആലോചിക്കാനുണ്ടായിരുന്നുള്ളൂ. മീര, നീ എന്താ ഒന്നും മിണ്ടാത്തത്? എന്തോ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നവളെ കണ്ടപ്പോൾ അവൾ ഈ ലോകത്തൊന്നുമല്ല എന്ന കാര്യം അവനും മനസ്സിലായിരുന്നു. സർ, അത് ശരിക്കും എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. മോൻ്റെ കരച്ചിൽ കേട്ടപ്പോൾ പറയാൻ വന്ന കാര്യം പകുതിയിൽ വിഴുങ്ങിയവൾ. എങ്കിൽ ഒന്നുകൂടെ പറയാം. എനിക്ക് മീരയെ കല്യാണം കഴിക്കുവാൻ താല്പര്യമുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരമ്മയെ വേണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് മീര ഇതൊന്ന് ആലോചിക്ക്. തനിക്കും ഇവരില്ലാതെ ഇനി ജീവിക്കാൻ പറ്റുവോടോ? അതൊരു ചോദ്യമായിരുന്നു, പപ്പൻ്റെ ഉള്ളിൽ തട്ടിയുള്ള ചോദ്യം. എൻ്റെ മക്കളെ നോക്കാൻ നിന്നോണം നല്ലൊരു അമ്മയെ എനിക്ക് വേറെ എവിടെയും കിട്ടില്ല മീര. ഒരു തരത്തിൽ പറഞ്ഞാൽ എൻ്റെ സ്വാർത്ഥതയാണെന്ന് കൂട്ടിക്കോളൂ. നന്ദനയുടെ അഹങ്കാരത്തിനും സ്വാർത്ഥതയ്ക്കും ഇതിലും നല്ലൊരു മറുപടി കൊടുക്കാൻ ആർക്കും പറ്റില്ല. മകൻ്റെ വാക്കുകൾ കേട്ട് ദേവരാജൻ പോലും ഒന്ന് ഞെട്ടിയിരുന്നു. കാരണം പത്മനാഭൻ ഇത്രയും പെട്ടെന്നൊരു കല്യാണക്കാരെ സംസാരിക്കുമെന്ന് അയാൾ സ്വപ്നത്തിൽ പോലും ആലോചിച്ചിരുന്നില്ല. നന്ദനയുടെ ഇന്നത്തെ പ്രവൃത്തി പപ്പനയിൽ വല്ലാത്ത മാറ്റം വരുത്തിയിട്ടുണ്ടെന്ന് അതിൽ നിന്ന് തന്നെ അയാൾക്ക് മനസ്സിലായിരുന്നു. മീര, എന്താണ് തൻ്റെ മറുപടി? തന്നെ നോക്കി കണ്ണുകൾ നിറച്ചു നിൽക്കുന്നവളെ അവൻ വീണ്ടും നിർബന്ധിച്ചു. പോന്നൂടേടോ ഞങ്ങളുടെ ജീവിതത്തിലേക്ക്. ഞാനും എൻ്റെ കുടുംബവും തന്നെ ഒരു രീതിനെയും വേദനിപ്പിക്കില്ല. ഞാൻ തനിക്ക് നല്ലൊരു ഭർത്താവായിരിക്കും. ഇതെൻ്റെ വാക്ക്. പപ്പൻ ഉറപ്പു നൽകി. സർ, ഞാൻ എന്തു മറുപടിയാണ് പറയേണ്ടതെന്നറിയാതെ അവളൊന്ന് ഞെട്ടി. മോളെ, എൻ്റെ വീട്ടിലെ മരുമോളായിട്ടല്ല, എൻ്റെ മോളായിട്ട് വന്നാൽ മതി. മോൾക്ക് ഇവിടെ ഒരു കുറവുണ്ടാവാതെ ഞങ്ങൾ നോക്കിക്കോളാം. അർഹതയില്ല എന്ന കാരണം പറഞ്ഞ് ഞങ്ങളെ ഇനി കൊച്ചാക്കല്ലേ വീരേ. ദേവരാജനും കൂടി ഇടയ്ക്ക് കയറി പറഞ്ഞതോടെ അവൾക്ക് തിരിച്ചൊന്നും പറയുവാനില്ലായിരുന്നു. കാരണം ഇന്നത്തെ നന്ദനയുടെ പ്രവൃത്തി തന്നെ അത്രമേൽ വേദനിപ്പിച്ചിട്ടുണ്ട്. നന്ദന ഈ വീട്ടിൽ പപ്പൻ സാറിൻ്റെ ഭാര്യയായിട്ട് വന്നാൽ തൻ്റെ കുഞ്ഞുങ്ങളുടെ ഗതി എന്തായിരിക്കും? ഒരു നിമിഷം പോലും അവരെ നോക്കാൻ പറ്റാത്തവൾ ജീവിതകാലം മുഴുവനും അവരെ എങ്ങനെ നോക്കാനാണ്? അവരെ എവിടെയെങ്കിലും അനാഥാലയത്തിൽ കൊണ്ടുപോയി തള്ളുകയോ കൊല്ലുകയോ ചെയ്യും. ഇല്ല, തൻ്റെ മക്കളെ കൊല്ലുവാൻ താൻ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കില്ല.
അവൾ ഉറപ്പോടെ മനസ്സിൽ പ്രതിജ്ഞയെടുത്തു. മീര, നമ്മുടെ കല്യാണക്കാര്യത്തെക്കുറിച്ച് ഒരിക്കൽ പോലും ഞാൻ ചിന്തിച്ചിരുന്നില്ല. തന്നെ ഇക്കാര്യം പറഞ്ഞ് ബുദ്ധിമുട്ടിപ്പിക്കുവാനും എനിക്ക് താല്പര്യമില്ല. പക്ഷേ താൻ ഇവിടെ വേണമെടോ. ഇവർക്കൊരമ്മയായി, എനിക്ക് നല്ലൊരു ഭാര്യയായി, എൻ്റെ അച്ഛന് നല്ലൊരു മകളായി, ചന്ദ്രമംഗലം വീടിൻ്റെ വിളക്കായി. അവൻ്റെ ശബ്ദത്തിന് വല്ലാത്തൊരു ഉറപ്പുണ്ടായിരുന്നപ്പോൾ. അവളെ പപ്പങ്കുഞ്ഞ് വെറും വാക്ക് പറയില്ല. നല്ലവനാ. അതുപോലുള്ളൊരു കൊച്ചനെ ഭർത്താവായി കിട്ടണമെങ്കിൽ ഒരു 100 ജന്മമെങ്കിലും പെൺകുട്ടികൾ നോമ്പ് നോക്കേണ്ടി വരും. നാണിയമ്മ കാര്യങ്ങളൊക്കെ ദേവരാജനിൽ നിന്നും അറിഞ്ഞതും മീരയെ പറഞ്ഞ് മനസ്സിലാക്കുവാനാണ് ആദ്യം ശ്രമിച്ചത്. ദേവമംഗലത്തെ മരുമകളായാൽ അവളുടെ ജീവിതം സന്തോഷകരമായിരിക്കുമെന്ന് അവർക്ക് ഉൾക്കൊള്ളതുകൊണ്ട് മാത്രമായിരുന്നു അവരതിന് നിർബന്ധിച്ചത് തന്നെ. മീരെ, ഇത് മോളുടെ ജീവിതമാണ്. മോൾക്ക് ഇഷ്ടമുള്ളത് തീരുമാനിക്കുക. അതിന് ചിറ്റ ഒരു എതിരഭിപ്രായം പറയില്ല. പക്ഷേ ഇതങ്ങനെയല്ലല്ലോ. മോൾക്ക് ആ കുഞ്ഞുങ്ങളില്ലാതെ ഇനി ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? അവരുടെ ചോദ്യം കേട്ടതും മീര നിറക്കണ്ണുകളോടെ അവരെ നോക്കിക്കൊണ്ട് അല്ല എന്ന രീതിയിൽ തലയാട്ടിക്കാട്ടി. ഒരു ദിവസം പോലും അവരെ കാണാതെ, അവരുടെ അമ്മയെന്നുള്ള വിളി കേൾക്കാതെ നിനക്കിപ്പോൾ ഉറങ്ങാൻ പറ്റാറുണ്ടോ? നാണി വീണ്ടും അവളുടെ മനസ്സറിയുവാനായി ചോദിച്ചുകൊണ്ടിരുന്നു. ഇത്തവണ മീരയുടെ വിതുമ്പലുകൾ പതിയെ തൊണ്ടക്കുഴിയിൽ നിന്നും പുറത്തേക്ക് തെറിച്ചു. പിന്നെന്താ മോളെ നിന്റെ പ്രശ്നം? പപ്പനെ നിനക്കിഷ്ടമില്ലാഞ്ഞിട്ടാണോ? അവർക്കത് ചോദിക്കാതിരിക്കാനായില്ല. കാരണം എത്രയൊക്കെ നല്ലവനാണെങ്കിലും സ്വന്തം മകളെ പോലെ സ്നേഹിക്കുന്നവളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും മനസ്സിലാക്കേണ്ട കടമ ഒരമ്മയ്ക്ക് ഉണ്ടാവേണ്ടതല്ലേ? എനിക്ക് എന്തിനാണ് ചിറ്റ ഇഷ്ടക്കുറവ്? പപ്പൻ സാറിനെ കല്യാണം കഴിക്കാനുള്ള അർഹത ഉണ്ടോയെന്ന് മാത്രമേ ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുള്ളൂ. അവൾ ഒന്ന് ഏങ്ങിക്കൊണ്ട് മൂക്ക് വലിച്ചു. എൻ്റെ പൊന്നു മീരെ, ശരിക്കും എന്താണ് നിന്റെ പ്രശ്നം? ആ കുട്ടികളില്ലാത്തൊരു ജീവിതം നിന്നെക്കൊണ്ട് സാധ്യമല്ലെന്ന് നീ പറയുന്നു. പപ്പൻ കുഞ്ഞിനെ കെട്ടാൻ അർഹതയില്ലെന്നും പറയുന്നു. ശരിക്കും പറഞ്ഞാൽ നിന്റെ മനസ്സിൽ എന്താ? എനിക്കങ്ങോട്ട് മനസ്സിലാവുന്നില്ല. നിനക്ക് ഇതിൽ താല്പര്യമില്ലെങ്കിൽ ഞാൻ ദേവരാജ സാറിനോട് പറഞ്ഞോളാം. അവരാരും നിന്നെ ഇക്കാര്യത്തിൽ ഇല്ലെന്ന് മറ്റാരെക്കാട്ടിലും എനിക്ക് നല്ല ഉറപ്പുണ്ട്. അവരാ സംസാരം അവസാനിപ്പിച്ചു എന്ന രീതിയിൽ പറഞ്ഞു നിർത്തി. ചിറ്റെ, ഞാനൊരു 2ാം കെട്ടുകാരിയല്ലേ. സാർ എങ്ങനെയാ? അത് മാത്രമല്ല, നമ്മൾ അവരുടെ വീട്ടിലെ പണിക്കാരികളല്ലേ. അങ്ങനെയുള്ള ഞാൻ ആ വീട്ടിലെ കാരണവത്തി ആവുക എന്നൊക്കെ വെച്ചാ? അവളുടെ മനസ്സിലെ സംശയങ്ങൾ ഒന്നിനു പിന്നാലെ ഒന്നായി പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നു. എൻ്റെ പൊന്നു വച്ചേ, ഇതൊക്കെ തന്നെയല്ലേ വലിയ സാറ് നിന്നോട് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞു തന്നത്? അവർക്ക് വേണ്ടത് നിന്റെ ആസ്തിയോ അന്തസ്തോ 1ാം കെട്ടോ ഒന്നുമല്ല. നല്ല മനസ്സുള്ള, അവരെ സ്വന്തം പോലെ നോക്കാൻ കഴിവുള്ള ഒരു പെൺകുട്ടിയെയാണ്. ആ വീടിന് വേണ്ടതൊരു കാരണവത്തിയല്ല, ഒരു നല്ല മകളെയാണ്. ഇതൊക്കെ എത്ര പറഞ്ഞാലും നിന്റെ തലയിൽ കയറില്ലെന്ന് വെച്ചാ? അവർ പറയാൻ വന്നത് പാതിയിൽ നിർത്തി. കാരണം വൈകുന്നേരം ചന്ദ്രമംഗലത്ത് നിന്ന് വന്നപ്പോൾ തൊട്ട് ഇപ്പോൾ വരെ ഇതും വിവരിച്ചുകൊണ്ട് അവളുടെ പുറകെ നടക്കുകയാണ് നാണി. എത്രയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാലും അർഹതയില്ല എന്നൊരു വാക്കിനാൽ അവൾ ആ വിവാഹം തള്ളിക്കളയുകയാണ് ചെയ്തത്. ചിറ്റെ, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഒടുക്കം അവൾ ഒരു ഏങ്ങലടിയോടെ തൻ്റെ വേദനയെ പുറത്തേക്ക് വലിച്ചിട്ടു. മീരെ, ഇനി ഞാൻ നിന്നോട് പറയുന്ന കാര്യങ്ങൾ നീ ഗൗരവത്തോടെ കേൾക്കണം. കല്യാണക്കാരൻ നിന്റെ ഇഷ്ടമാണ്. അതിലാരും ഇവിടെ കൈകടത്താൻ വരികയില്ല. തീരുമാനം നിനക്ക് വിട്ടു തന്നിരിക്കുന്നു. പപ്പൻകുഞ്ഞ് അത്രയും നല്ലവനായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ കല്യാണക്കാര്യത്തിൽ ഇത്രയും നിർബന്ധം പിടിച്ചത്. ഇനിയെങ്കിലും നിനക്ക് നല്ലൊരു ജീവിതം കിട്ടുമല്ലോ എന്ന് ഓർത്തുപോയി. അവർ ഗൗരവത്തോടെ തുടർന്നു. ഇനി പറയാൻ പോകുന്ന കാര്യം നല്ല പോലെ ആലോചിക്കണം. നാളെ നിന്റെ വിവാഹമോചനം കഴിഞ്ഞാലും നിനക്കൊരു ജീവിതമുണ്ട്. നിനക്കിഷ്ടമുള്ളൊരാളെ നീ തിരഞ്ഞെടുക്കേണ്ടതായിട്ട് വരും. നാണി പറയുന്ന കാര്യങ്ങൾ അവൾ ശ്രദ്ധയോടെ കേട്ടിരുന്നു. ഒരു പക്ഷേ നാളെ പപ്പൻകുഞ്ഞിൻ്റെ മനസ്സ് മാറി അവൻ ആരെങ്കിലും കല്യാണം കഴിക്കും. കാരണം ആ കുഞ്ഞുങ്ങൾക്കൊരമ്മയുടെ സ്നേഹം ആവശ്യമുള്ള സമയമാണിപ്പോൾ. ഒരു ഗഹനാഥയില്ലാതെ വീടിൻ്റെ അവസ്ഥ അവരിപ്പോൾ നന്നായിട്ട് അനുഭവിക്കുന്നുണ്ട്. അന്ന് കുഞ്ഞുങ്ങൾ ദൂരമായെന്നും പറഞ്ഞ് നീ മനസ്സ് വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിതൊക്കെ പറഞ്ഞു തരുന്നത്. നാണി അവളുടെ തോളിലൊന്ന് തഴുകിക്കൊണ്ട് പറഞ്ഞു. ഒരു കാര്യം കൂടി, ഈ കല്യാണത്തിന് നിനക്ക് സമ്മതമല്ലെങ്കിൽ ഇനി ആ കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് കൂടുതൽ പോകാതിരിക്കുന്നതാണ് മോളെ നിനക്ക് നല്ലത്. കാരണം ഓരോ ദിവസം കൂടുന്തോറും അടുപ്പവും കൂടിക്കൊണ്ടുവരും. പിന്നീട് നിങ്ങൾക്കതൊരു തീരാ സങ്കടമാവും. അതുകൊണ്ട് മോൾ ഇക്കാര്യം നല്ലോണം ഒന്ന് ആലോചിക്കുക.
അത്രയും പറഞ്ഞിട്ട് നാണി അവളുടെ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അവർ അവസാനം പറഞ്ഞ വാക്കുകൾ മാത്രം മീരയുടെ മനസ്സിൽ കിടന്ന് വട്ടം കറങ്ങി. ആ രാത്രി അവളെ ഉറക്കം വന്ന് തഴുകിയില്ല. വെട്ടമണഞ്ഞ ആ കുഞ്ഞു മുറിയിലെ കട്ടിലിൽ അവൾ കണ്ണു തുറന്നു വെച്ചുകൊണ്ടിരുന്നു. മീരയുടെ ചിന്തകൾക്ക് ചൂട് പിടിച്ചു. എൻ്റെ കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് പോകാതിരിക്കാൻ എനിക്ക് സാധിക്കുമോ? ഇവരെ മറന്നൊരു ജീവിതം തന്നെ കൊണ്ട് ഇനി കഴിയോ? ചോദ്യം അതായിരുന്നു. ഉത്തരം നൊടിയിടയിൽ അവളുടെ ചൊടികളിൽ സ്ഥാനം പിടിച്ചു. ഒരിക്കലും ഒരിക്കലും സാധിക്കുകയില്ല. അപ്പോൾ വിവാഹം? തലച്ചോറിൻ്റെ ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയില്ലായിരുന്നു. വേണം, മക്കൾക്ക് വേണ്ടി. മനസ്സപ്പോൾ തലച്ചോറിൻ്റെ ആലോചനകളെ ചവിട്ടിക്കൂട്ടുകയായിരുന്നു. പുലരി പിറന്നപ്പോഴേക്കും ഒരു പുഞ്ചിരി അവളുടെ മുഖത്തേക്ക് വിരിഞ്ഞു. പാലൂട്ടാതെ, പേറ്റുനോവറിയാതെ, മാസങ്ങളോളം ഭ്രൂണത്തെ വയറ്റിൽ ചുമക്കാതെ, ഗർഭകാല കഷ്ടതകൾ അറിയാതെ താനും ഒരു അമ്മയായിരിക്കുന്നു. താനൊരു മച്ചിയല്ല, തനിക്കുമുണ്ട് 2 കുരുന്നുകൾ. നിനക്ക് എത്ര കേട്ടാലും നാണമില്ലേ രശ്മി? അനിരുദ്ധൻ ദേഷ്യത്തോടെ ചോദിച്ചു. ദേ അനിയേട്ടാ, നിങ്ങളെയും കൊണ്ടേ ഞാൻ പോകൂവെന്ന് പറഞ്ഞിട്ടും മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഇനി എന്ത് ചെയ്യാനാ? ഫോൺ ഒന്നും കൂടി ചെവിക്കരയിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ലക്ഷ്മി പരിഭവങ്ങൾ പറഞ്ഞു. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? 24 മണിക്കൂറും ഫോൺ ചെയ്ത് എന്നെ എന്തിനാ ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്? അനി ചോദ്യത്തോടൊപ്പം തന്നെ തലയിൽ കയ്യും താങ്ങിയിരുന്നു. ഇനിയിപ്പോൾ എന്തു പണിയാനാ? ആകെയുള്ളൊരു എക്സാം കഴിഞ്ഞു. ഇനി കുറച്ച് നാളുകൾ അനിയേട്ടനെ വിളിച്ച് ശല്യം ചെയ്യുക എന്നല്ലാതെ എനിക്കൊരു വേറൊരു പണിയില്ല, അവൾ കട്ടായം പറഞ്ഞു. രശ്മി, നീ എന്താ ഇങ്ങനെ? നമ്മുടെ ഈ ബന്ധം ശരിയാവില്ലെന്ന് എത്ര പറഞ്ഞാലും എന്താണ് നിന്റെ തലയിലോട്ട് കയറാത്തത്? ഒരിക്കലും നടക്കാത്ത ഒരു കാര്യത്തിന് വേണ്ടി വെറുതെ വാശി പിടിക്കുന്നത് നല്ലതല്ല. അവൻ പതിവ് പോലെ വീണ്ടും ചൂടാകുവാനായി തുടങ്ങി. എൻ്റെ അനിയേട്ടാ, കഴിഞ്ഞ 2-3 മാസങ്ങളായി ഞാൻ കേട്ട് തഴമ്പിച്ച ഡയലോഗാണിത്. നിങ്ങൾക്കിതൊന്ന് മാറ്റിപ്പിടിക്കാൻ ഇനി സമയമായില്ലേ? അവളും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാത്ത ഒരു രീതിയിൽ വാശിയോടെ സംസാരിച്ചു. ഞാൻ പറഞ്ഞതിൽ എന്താണ് തെറ്റ്? നിന്റെ ചേച്ചിയുടെ ജീവിതം തകർത്ത ഒരു വീട്ടിലേക്ക് നിന്നെ വീട്ടുകാർ പറഞ്ഞയക്കുമെന്ന് നിനക്കുറപ്പുണ്ടോ? അനി ചൂടായി. അവർ സമ്മതിക്കുമോ ഇവർ സമ്മതിക്കുമോ എന്നല്ലാതെ അനിയേട്ടനെ ഇഷ്ടമാണോ അല്ലയോ എന്നുള്ള കാര്യം ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. ആദ്യം അത് പറ, എന്നിട്ട് പോരെ വീട്ടുകാരെ കൊണ്ടുള്ള സമ്മതിപ്പിക്കൽ. അവൾക്ക് ദേഷ്യം വന്നു തുടങ്ങിയിരുന്നു. കഴിഞ്ഞ 2-3 മാസങ്ങളായി ആളെ ഫോണിൽ വിളിച്ചു എന്നുമുള്ള ഈ രാത്രി സംസാരം തുടങ്ങിയിട്ട് വിളിക്കുമ്പോൾ തന്നെ അപ്പുറത്തു നിന്നുള്ള ഈ പൂരപ്പാട്ട് കേട്ട് ചെവിക്ക് പോലും ഇപ്പോൾ ബോറടിച്ചിരിക്കുകയാണ്. തൻ്റെ വീട്ടുകാർ സമ്മതിക്കത്തില്ല, വത്സലയുടെ പോരുകൾ തനിക്ക് താങ്ങാൻ പറ്റുകയില്ല, ആളുടേത് 2ാം കെട്ടാണ്, ഇങ്ങനെയുള്ള കുറേ കാരണങ്ങൾ പറഞ്ഞ് അടിപിടിച്ച് ഫോൺ വെക്കുക എന്നതിൽ കവിഞ്ഞ് ഒന്നിനും ഒരു നീക്കുപോക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ തന്നെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരിക്കൽ പോലും അനിരുദ്ധ് തന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടില്ലാത്തതാണ്. ലക്ഷ്മി പ്രതീക്ഷയോടെ ഓർത്തു. നിന്നോട് പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും പറയാൻ എനിക്ക് വട്ടൊന്നുമില്ല. ഞാൻ ഫോൺ വെച്ചിട്ട് പോണു. അവസാനമായി അവൻ തീർത്ത് പറഞ്ഞു. വെക്കരുത്, 1 മിനിറ്റ്, എനിക്കൊരു കാര്യം കൂടെ ചോദിക്കാനുണ്ട്. അവനെ അവൾ തടഞ്ഞു. എന്താ? ഒട്ടും താല്പര്യമില്ലാത്ത രീതിയിൽ അനി ചോദിച്ചു. എന്നെ ഇഷ്ടമല്ല എന്നൊന്ന് പറയേ, എന്നിട്ട് വെച്ചോ. അടുത്ത നിമിഷം തൊട്ട് അനിയേട്ടൻ്റെ ഫോണിൽ ഞാൻ ആവശ്യമില്ലാതെ വിളിച്ച് ശല്യം ചെയ്യുകയില്ല. മനസ്സിൽ ഒരു 100 ദൈവങ്ങളെയും പ്രാർത്ഥിച്ചുകൊണ്ടാണ് രശ്മി അങ്ങനെയൊരു ചോദ്യം ചോദിച്ചത്. അനിരുദ്ധ ആണെന്ന് പറഞ്ഞാലും ഇല്ല എന്ന് പറഞ്ഞാലും തനിക്ക് ആളോടുള്ള ഇഷ്ടത്തിന് കുറവൊന്നും ഉണ്ടാവുകയില്ല. ഈ ഐഡിയ പൊളിഞ്ഞെങ്കിൽ അടുത്ത ഐഡിയ എവിടെ നിന്നെങ്കിലും ഉണ്ടാക്കണം. അവൾ ഗഹനമായി ചിന്തിച്ചു. ഞാൻ അങ്ങനെ പറഞ്ഞാൽ ഇനിയും വിളിച്ച് ശല്യപ്പെടുത്താതിരിക്കുമോ? അനി വല്ലാത്തൊരു സന്തോഷത്തോടു കൂടിയാണ് അങ്ങനെ ചോദിച്ചത്. കുറേ നാളുകളായിട്ടുള്ള പെണ്ണിൻ്റെ ഈ വൈകിട്ടുള്ള വിളികൾ അവനെ അത്രത്തോളം ദേഷ്യപ്പെടുത്തിയിരുന്നു എന്ന് വേണം പറയുവാൻ. വിശ്വസിക്കാം, എന്നെ ഇഷ്ടമല്ല എന്ന് അനിയേട്ടൻ ഒരു വട്ടമെങ്കിലും പറഞ്ഞാൽ ഞാൻ പിന്നീട് വിളിച്ച് ശല്യം ചെയ്യുകയില്ല. ഇതെൻ്റെ വാക്ക്. അവളുടെ ശബ്ദത്തിന് വല്ലാത്തൊരു ഉറപ്പുണ്ടായിരുന്നു. ഓക്കെ, ചെവി തുറന്നു വെച്ച് കേട്ടോളൂ. എനിക്ക് നിന്നെ ഒട്ടും ഇഷ്ടമല്ല. ഇനിയും ദയവായി ഇക്കാര്യം പറഞ്ഞ് എന്നെ ശല്യം ചെയ്യുവാനായി വരരുത്. അനിരുദ്ധൻ അത്രയും പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു. തോന്നി മോനെ, തോന്നി. മിസ്റ്റർ അനിരുദ്ധൻ, താങ്കൾ ഇതല്ല ഇതിലപ്പുറവും പറയുമെന്ന് ഈ രശ്മിക്ക് നല്ലതുപോലെ അറിയാം. ഒരു വഴി അടഞ്ഞാൽ 100 വഴി തുറക്കും. നോക്കാം, എന്നെ വേണ്ടെന്ന് വെച്ച് നടക്കാൻ നിങ്ങൾക്ക് എത്ര നാൾ സാധിക്കുമെന്ന്. ചുണ്ടിലൂറിയ പുഞ്ചിരിയെ അടക്കാനാവാതെ
അവൾ കട്ടിലിലേക്ക് കമഴ്ന്നു വീണു. കയ്യിലിരുന്ന ഫോൺ അവളുടെ തലയുടെ അടിയിലേക്ക് തള്ളിക്കയറ്റി വെച്ചു. ഒരാളും ഇതുവരെ എത്തപ്പെടാത്ത എൻ്റെ മനസ്സിലേക്ക് ഇടിച്ചു കയറി വന്ന് ഇപ്പോൾ വേണ്ടെന്ന് പറയുന്നു. നിങ്ങളില്ലാതെ എനിക്ക് പറ്റില്ലെന്നായിട്ടുണ്ട് അനിയേട്ടാ. എന്നെ ഒന്ന് സ്നേഹിച്ചു നോക്ക്. ഒരിക്കലും പിരിയാനാവാത്ത വിധം നിങ്ങളെ ഞാനിൽ മുറുക്കി കെട്ടിവിട്ടോളാം. അവളുടെ മനസ്സ് ഉറക്കെ ഉറക്കെ ശബ്ദമുണ്ടാക്കി. നിങ്ങൾക്ക് വേണ്ടി ഏതറ്റം വരെയും ഞാൻ പോവും. എന്നെ ഒന്ന് ചേർത്ത് പിടിച്ചാൽ മാത്രം മതി. അനിരുദ്ധ് എന്ന പേര് അവളിൽ ആഴത്തിൽ വേര് പടർത്തി ഇറങ്ങിയിരുന്നു. ചിറ്റെ, ഞാൻ ഇറങ്ങുവാണേ. മക്കൾ എണീറ്റെന്നാ തോന്നുന്നത്. കുളി കഴിഞ്ഞ് തല പോലും ശരിക്ക് തോർത്താതെയാണ് അവൾ അടുക്കളവാതിൽ വഴി മുറ്റത്തേക്ക് ഇറങ്ങിയത്. എടി, വല്ലതും കഴിച്ചിട്ട് പോമീരേ നീയെ. പെണ്ണിൻ്റെ വെപ്രാളം കണ്ട് നാണി അവളെ ശാസിച്ചു. വേണ്ട ചിറ്റെ, ഞാൻ ഇറങ്ങുവാ. ചിറ്റ വേഗം അങ്ങോട്ടേക്ക് പോന്നേക്കണേ. പറച്ചിലിനോടൊപ്പം തന്നെ മൺവഴിയും പിന്നിട്ട് ചന്ദ്രമംഗലത്തെ വീടിൻ്റെ പുറകിലത്തെ പറമ്പിലേക്ക് അവൾ കാലുകൾ വെച്ചിരുന്നു. അകലെ നിന്നേ അവൾ കേട്ടു അമ്മയെന്നും വിളിച്ചു കരയുന്ന കുരുന്നുകളുടെ നിലവിളി ശബ്ദം. അത് കേട്ടതും നെഞ്ചിലൊരു കൊളുത്തിപ്പിടുത്തം ഉണ്ടാവുന്നത് മീര അറിഞ്ഞു. കാലുകൾ വേഗത്തിലാക്കി അങ്ങോട്ടേക്ക് ഓടുമ്പോൾ അവൾ കണ്ടു കുഞ്ഞുങ്ങളെയും പിടിച്ചുകൊണ്ട് അടുക്കള മുറ്റത്ത് നിൽക്കുന്ന പത്മനാഭനെ. എന്തിനാ എൻ്റെ മക്കൾ കരയുന്നേ? അമ്മ വന്നല്ലോ. അടുത്തേക്ക് ചെന്ന് തനിക്ക് നേരെ കൈനീട്ടുന്ന കുരുന്നുകളെ മാറോട് ചേർത്ത് ആഞ്ഞു പുണരുമ്പോൾ അത്രയും നേരം ആദ്യ പിടിച്ച പപ്പൻ്റെ മനസ്സും ഒന്ന് തണുത്തിരുന്നു. അവളിലെ തണുപ്പ് അവനിലേക്ക് പടർന്നിറങ്ങിയതുപോലെ. അപ്പോൾ മീരയുടെ സമ്മതവും ഇവിടെ ആയി. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇവരെ അങ്ങ് പിടിച്ച് കെട്ടിച്ചേയാലോ? എന്താ നിങ്ങളുടെ അഭിപ്രായം?